വന്നിരിക്കുന്നത്. പക്ഷേ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമാവണം എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ യന്ത്ര സാമഗ്രികൾ വാഹനങ്ങളൊക്കെ അവിടേക്ക് കടത്തിവിട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം വേണ്ടി വരുന്നതും അങ്ങനെയാണ്. ഈ മുണ്ടക്കൈ ഗ്രാമത്തെ തിരികെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നാളുകളെടുക്കും. പക്ഷേ നമുക്കിപ്പോൾ അടിയന്തരമായി അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക, അവർക്ക് ചികിത്സ നൽകുക, ഭക്ഷണവും വെള്ളവും നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ്. അവിടേക്കാണ് ഇടപെടൽ വേണ്ടി വരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലൊക്കെ വേണം. പക്ഷേ ആൾക്കൂട്ടം ഒഴിവാക്കിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയണം. കാരണം അവിടേക്കുള്ള ഗതാഗത മേഖലകളിലൊക്കെ വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് മറികടന്നുകൊണ്ട് ആ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ നമുക്കതിനെ അതിജീവിച്ച് ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അവിടുത്തെ സാഹചര്യം. പ്ലാന്റേഷൻ മേഖലയിൽ കുടുങ്ങിപ്പോയത് നിരവധി ആളുകളാണ്. അവർക്ക് പലർക്കും പുറത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. ചികിത്സ ആവശ്യമുള്ളവരുണ്ട്, അവരെ കൂടുതൽ ആവശ്യമുള്ള ചികിത്സാ ഇടങ്ങളിലേക്ക് മാറ്റുന്നു. വിദഗ്ധ ചികിത്സ വേണ്ടവരെ കൂടുതൽ മികച്ച ആശുപത്രികളിലേക്ക് മാറ്റുന്നു. മറ്റ് മെഡിക്കൽ സംഘങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നു, അവർക്ക് അവിടെ എത്തി ചികിത്സ നൽകുന്നുണ്ട്. ഇതാണ് നമ്മുടെ രക്ഷാ ദൗത്യം ഇപ്പോൾ ആ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, നേരത്തെ MR അജിത് കുമാർ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനവും അതിൻ്റെ ദൗത്യ പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആണോ? ഇപ്പോൾ ഈ അരുൺ നിൽക്കുന്ന ഈ ചൂരൽമലയും ഒപ്പം ഈ മുണ്ടക്കൈ ഗ്രാമമേഖലയും ചേരുന്ന പ്രദേശം, ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ അരുണിന് പിന്നിലൂടെ നിൽക്കുന്ന ഈ മേഖല മലവെള്ളം ഒലിച്ചുപോയ മേഖലയാണ്. ആ മേഖലയുടെ ഒരു പൊതു പ്രത്യേകതയും ഒപ്പം രക്ഷാപ്രവർത്തനങ്ങളുടെ കോർഡിനേഷനും എങ്ങനെയാണ് അരുൺ പുരോഗമിക്കുന്നത്? ദുരന്തം വിധിച്ച ഇടങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ന്യൂസ് 18 സംഘം പല സംഘങ്ങളായി വേർതിരിഞ്ഞുകൊണ്ട് ആ ദുരന്ത മേഖലകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ആ സാഹചര്യങ്ങൾ കാണാനും ഒപ്പം ഞങ്ങൾ എത്തിക്കാനും ശ്രമിക്കുന്നത്. വീടിന്റെ കോൺക്രീറ്റ് പൊളിച്ച് മേൽക്കൂര പൊളിച്ച് അവിടേക്കുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ്. ദൃശ്യങ്ങൾ കാണാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. മുണ്ടക്കൈ between 1:20 a.m. to 2 a.m. in the wee hours on Monday. Now the rescue personnel from NDRF, Indian Army, Indian Navy are rescuing and trying to find out. വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ MR അജിത് കുമാർ പറയുന്നു ഇനി രണ്ടാം ദിവസം പോയതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഇവിടെയുണ്ട്. അരുൺ തുടരാം. അരുൺ പ്രധാനപ്പെട്ട കാര്യം ഈ പാലം നിർമ്മാണമാണ് ഇന്നിവിടെ നടക്കേണ്ടത്. പാലം നിർമ്മാണമാണ് പ്രധാനമായി നടക്കേണ്ടത്. കാരണം ഇതൊരു 3 മേഖലകൾ, അതായത് ചൂരൽമല, അട്ടമല, അതുപോലെ തന്നെ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ആയിരുന്നു ഈ ചൂരൽമല. എല്ലാ ഡിവിഷനുകളുടെയും ഒരു സംഗമ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ആളുകൾ, 3 ഡിവിഷനുകളിലെ ആളുകൾക്കും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കേണ്ട ഒരു സ്ഥലം. അതാണ് ഇതിന്റെ പ്രാധാന്യം. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ചൂരൽമലയ്ക്ക് ഈ പാലത്തിന് ഇപ്പുറമാണ്. ഈ ഇവിടെ NDRFന്റെ സേനാംഗങ്ങൾ നിൽക്കുന്ന ഭാഗമാണ് പാലം ഉണ്ടായിരുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള പാലമാണ് 170 മീറ്ററോളം പൂർണ്ണമായും ഈ വെള്ളത്തിൽ ഒലിച്ചുപോയത്, വെള്ളം എടുത്തുപോയത്. അതുകൊണ്ട് തന്നെ ഈ 2 ഭാഗത്തെയും മുണ്ടക്കൈയിലെയും അതുപോലെ തന്നെ അട്ടമലയിലെയും ജനങ്ങൾക്ക് ചൂരൽപ്പാറയുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള ഏക വഴിയായിരുന്നു ഇത്. അതാണ് ഒലിച്ചുപോയത്. അത് നിർമ്മിച്ചാൽ മാത്രമേ ഈ ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റ് എല്ലാ ഘട്ടങ്ങളും വേഗത്തിൽ നടക്കൂ. ഒരു പ്രധാന വിവരം MR അജിത് കുമാർ പറഞ്ഞത്, ബെയിലി പാലം ഇന്ന് പൂർത്തിയാകില്ല, നാളെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാക്കാനാണ് ആർമി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. പക്ഷേ അത് കുറച്ചുകൂടി വേഗത്തിൽ വേണമെന്ന ആവശ്യം സംസ്ഥാന പോലീസും മറ്റും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പരമാവധി വേഗത്തിൽ തീർക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഈ പാല നിർമ്മാണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പുഴ ഒഴുകുന്നത് ഇവിടെ നേരത്തെ നമ്മോട് സംസാരിച്ച ഒരു പ്രദേശവാസി പറഞ്ഞത് ഇതിന് 2 ഇരട്ടി, അതായത് നേരത്തെ എന്താണോ ഈ പുഴയുടെ സ്ഥാനത്തുണ്ടായിരുന്നത് അതിന് 2 ഇരട്ടി വലിപ്പത്തിൽ വിസ്തൃതിയിലാണ് ഇപ്പോൾ ഇത് ഒഴുകുന്നത്. ഇവിടെ കാണുന്ന ഈ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഒരുപക്ഷെ ഈ
ഈ യന്ത്രങ്ങൾ കൊണ്ട്, അതായത് ഈ മണ്ണുമാന്തി അടക്കമുള്ള യന്ത്രങ്ങൾ കൊണ്ട് എടുത്തു മാറ്റാൻ കഴിയാത്തത്ര വലിപ്പമുള്ള ഈ പുഴയുടെ പ്രത്യേകത പറയുന്നത് ഇത്തരത്തിലുള്ള പാറക്കഷ്ണങ്ങളൊന്നും ഒരു ഘട്ടത്തിലും ഈ പുഴയിൽ അവർ കണ്ടിട്ടില്ല, പ്രദേശവാസികൾ കണ്ടിട്ടില്ല. ചെറിയ പുഴയായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള ഈ പടുകൂറ്റൻ പാറക്കഷ്ണങ്ങളാണ് ഈ ഉരുൾപൊട്ടലിൽ പൊട്ടിയൊലിച്ച് ഇവിടേക്ക് വന്നത് എന്നത് തന്നെ അതിന്റെ ഈ ആഘാതം, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ്. ഇത്രയധികം വലിയ പാറക്കഷ്ണങ്ങളാണ് ഒഴുകി വന്നത്. നമുക്ക് ഇതിന്റെ നേരെ പിൻവശം കാണുന്ന ഒരു ഭാഗമുണ്ട്. അത് ചാലിയാറിന്റെ പ്രഭവ കേന്ദ്രമാണ്. മുണ്ടക്കൈക്ക് സമീപമുള്ള പുഞ്ചിരിക്കണ്ടം, അവിടെ നിന്ന് ആണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇത്രയധികം ദൂരം ഇത് പൊട്ടിയൊലിച്ച് ഇത്ര പടുകൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ഒലിച്ച് ഈ ഒരു ഗ്രാമത്തിലേക്ക് പാഞ്ഞു വന്നത്. അതിന്റെ ഒരു രൗദ്രത മുഴുവൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോൾ മഴ മാറി നിൽക്കുമെങ്കിൽ പോലും ഈ പുഴയുടെ ഒഴുക്ക്, അതിന്റെ ശക്തി കൂടുകയാണ്. വെള്ളം ആ രീതിയിൽ പൊങ്ങി വരുന്നത് മാത്രമാണ്. പക്ഷേ ശക്തമായി തന്നെ പുഴ ഒഴുകുന്നു. പുഴ ഒഴുകുന്ന വഴിയുണ്ട്, ഏത് പുഴയ്ക്കും ഒഴുകുന്ന ഒരു വഴിയുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഉണ്ടായത് ഈ പുഴ പല വഴി ഒഴുകുകയാണ്. ഇവിടെ തന്നെ രണ്ട് സ്ഥലത്ത് നിന്ന് ഒഴുകിയാണ് പുഴ ഒരു ഭാഗത്ത് ചേരുന്നത്. ഇതിന്റെ എതിർവശത്ത് ഈ അട്ടമലയിലേക്ക് മറ്റും പോകുന്ന ഭാഗമുണ്ട്. അവിടേക്ക് ആ ഭാഗം, അതായത് ഈ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ കാണുന്ന തേയില തോട്ടങ്ങളുണ്ട്. ആ തേയിലത്തോട്ടങ്ങൾക്ക് പിൻവശം അവിടെ നോക്കുമ്പോൾ അവിടെയും ഈ പുഴ രണ്ട് വശത്തായി ഒഴുകുകയാണ്. അവിടേക്ക് ഇപ്പോൾ പോകാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കുറച്ചു ദൂരം നടന്ന് പോകേണ്ട മേഖലയാണ്. അവിടെയും രണ്ട് ഭാഗത്തേക്ക് പുഴ മാറിപ്പോകുന്നു. ഈ തേയിലത്തോട്ടങ്ങൾക്ക് മുൻവശം, അതായത് തേയിലത്തോട്ടങ്ങൾക്ക് ഇവിടെ ഒരു മൈതാനം പോലെ കാണുന്ന ഭാഗമുണ്ട്. ഇതും തേയിലത്തോട്ടങ്ങളാണ്. ഈ മണ്ണ് വന്ന് അടിഞ്ഞ്, ഈ ഉരുൾപൊട്ടലിൽ മണ്ണ് വന്ന് അടിഞ്ഞ് അത് മൂടിപ്പോയ ഭാഗമാണ്. കുറെ തേയില ചെടികളുടെ വേരും മറ്റും നമുക്ക് ഇവിടെ കാണാം. ഇതിനടിയിൽ തേയില ചെടികളുണ്ട്. അത്രയധികം മണ്ണ് ഇവിടെ മൂടിക്കിടക്കുകയാണ്. ഈ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകുന്നുണ്ട്. ഈ ഭാഗത്ത് ഇവിടുത്തെ നാട്ടുകാരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ ഈ അട്ടമലയും അതുപോലെ തന്നെ മുണ്ടക്കൈയും ഉൾപ്പെടെയുള്ള ചുരുൾപ്പാറയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ, ചുരുൾമലയും ഉൾപ്പെടെ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരാധ്യാലയമായിരുന്നു ഈ കാണുന്ന ഈ ആലിന് അടുത്തുണ്ടായിരുന്ന ഒരു അമ്പലം. അവിടെ ഇപ്പോൾ ആ അമ്പലത്തിന്റെ തറ മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. ബാക്കിയെല്ലാം വെള്ളമെടുത്ത് പോയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രദേശത്തിന്റെ ഒരു അടയാളപ്പെടുത്തലുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ അടയാളപ്പെടുത്തലുകൾ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ഈ പുഴയുടെ മറുകരയിൽ ഉള്ള വീടുകൾ, ആ വീടുകളുടെ എത്ര ശക്തിയിലാണ്, എത്ര ഉയരത്തിലാണ് ഇത് ഈ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് ലഭ്യമാകും. അതായത് ആ വീടുകൾ ഒരു 2 നില ആ ഭാഗത്ത് ഇപ്പോൾ മുകളിൽ ഓടും, താഴെ കോൺക്രീറ്റുമായുള്ള ഒരു വീട് ഇവിടെ കാണാം. അതിന്റെ രണ്ടാമത്തെ നില, അതായത് ആ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തേക്ക്, രണ്ടാമത്തെ ആ ഓടിട്ട ഭാഗത്തിന്റെ ഏകദേശം അവിടം വരെ വെള്ളം ഇരച്ചു കയറി എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഒന്നാം നില പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഒരു വാട്ടർ ടാങ്ക് തൊട്ടടുത്ത ആ ഒരു കെട്ടിടത്തിൽ ഒരു വാട്ടർ ടാങ്ക്, ആ മുകളിൽ വെച്ച വാട്ടർ ടാങ്ക് മറിഞ്ഞ് വീഴാറായി നിൽക്കുന്നു. അവിടെ തന്നെ ആ ഓടുമെല്ലാം ഇളകി മാറിയ കാഴ്ച കാണാം. തൊട്ടപ്പുറത്ത് ഒരു വീടിന്റെ റൂഫ് പ്രത്യേകം ചെയ്ത ആ റൂഫ് പൊളിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നു. അതായത് ആ ഉയരത്തിൽ വരെ വെള്ളം ആഞ്ഞ് കയറി, അല്ലെങ്കിൽ പാഞ്ഞു കയറി എന്ന് പറയേണ്ടി വരും. മറ്റൊരിടത്ത് നമുക്ക് കാണുന്നത് ഒരു വീടിന്റെ മുകളിലേക്ക് ഒരു തെങ്ങ് അപ്പാടെ പിഴുത് തെങ്ങ് അതിലേക്ക് വീണ് കിടക്കുന്ന കാഴ്ചയുണ്ട്. അതിൽ കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങളിലേക്ക് അരുൺപാലോട് അവിടേക്ക് പോകും. വളരെ കൃത്യമായി ഒരു തെങ്ങ് മൂടോടെ പിഴുത് ആരോ എടുത്തു വച്ചതുപോലെ ആ വീടിന് മുകളിലേക്ക് വീണിരിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള വീടുകളുടെ അവസ്ഥയും സമാനമാണ്. അവിടെയൊക്കെ ഉള്ള ആളുകളുടെ അവസ്ഥ സ്വാഭാവികമായും ചിന്തിക്കാൻ കഴിയാത്തതാണ്. ആ ഭാഗത്തെ പുഴ യഥാർത്ഥത്തിൽ ഈ റോഡിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇവിടെ KSRTC ബസ് വന്നുപോകുന്ന സ്ഥലമായിരുന്നു. KSRTC ബസ്, നൈറ്റ് ബസ്, മേപ്പാടി ബസ് സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ബസ് ഇപ്പോഴും അവിടെയുണ്ട്. ഇതിന് കുറച്ചപ്പുറത്ത് ആ ബസ്സുണ്ട്. അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു മേഖല, ഒരു വലിയ ചുറ്റളവിലുള്ള ജനം ആശ്രയിച്ചിരുന്ന, അവർക്ക് എല്ലാമായിരുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു പ്രകൃതി ക്ഷോഭത്തിൽ
പ്രകൃതി ദുരന്തത്തിൽ ഒന്നുമല്ലാതെ ആയി മാറിയിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു അസ്ഥി കൂടം മാത്രമായി മാറിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. ഈ വളരെ മനോഹരമായ ഈ നാട് നമ്മൾ ഇവിടെ വിനോദസഞ്ചാരമായി